അവരുടെ ഒരു പാലസ്തീനിയൻ പാട്രിയോട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത് ഒരു വേറൊരു രീതിയിലാണല്ലോ ഇതിനെ. ഇപ്പോൾ പ്രത്യേകിച്ചും ഇതൊരു മുസ്ലിം ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കാൻ കേരളത്തിൽ പോലും വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം അതാണ്. പക്ഷേ നമ്മൾ പാലസ്തീനിൽ പോയിട്ട് അവിടുത്തെ ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറയുക കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. പോട്ടെ, ജെറൂസലേമിൽ പോയിട്ട് ജെറൂസലേമിലെ കത്തീഡ്രൽസിൽ അച്ഛന്മാരോട് സംസാരിക്കും, പുരോഹിതരോട് സംസാരിക്കുക. അവർ പറയും ഓക്യുപ്പേഷൻ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അവർ പറയും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആവശ്യമാണെന്നുള്ളത്. ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ് അവിടുത്തെ ജെറൂസലേമിലെ പുരോഹിതരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെ സ്വയം കാണുന്നത് അവർ പാലസ്തീനിയൻസ് ആയിട്ടാണ്. അവർ പാലസ്റ്റൈൻ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷേ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ഒരു ചർച്ചകളിൽ പല വ്യാഖ്യാനങ്ങളിലും ഇതൊരു മുസ്ലിം പ്രശ്നമായിട്ട് അവതരിപ്പിക്കണമെന്നുണ്ടായിരിക്കും? പ്രത്യേകിച്ചും അടുത്ത കാലങ്ങളിൽ അത് വ്യാപകമാകുന്നുണ്ട്. അതായത് നോക്കൂ, ഇത് കോൾഡ് വാറിൻ്റെ സമയത്ത് പാലസ്റ്റൈൻ ഇഷ്യൂ ലോകത്തിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിരുന്നത് ഒരു വിമോചന പോരാട്ടമായിട്ടാണ്, കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ഒരു വിമോചന പോരാട്ടമായിട്ടാണ്. നേരെ തിരിച്ച് ഇസ്രായേലിൻ്റെ അതിനോടുള്ള കൗണ്ടർ നാരേറ്റീവ് ഇസ്രായേൽ ബിൽഡ് ചെയ്തത്, പ്രത്യേകിച്ചും സെപ്റ്റംബർ 11 ശേഷം, ഇത് തീവ്രവാദവും ഭീകരവാദവും ഇസ്രായേലിൻ്റെ സ്റ്റേറ്റും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ടാണെന്നാണ്. അതിന് ഹമാസിൻ്റെ വയലൻസ് സഹായിച്ചിട്ടുണ്ട്. കാരണം ഹമാസ് PLOയെ പോലെയല്ല. PLO കുറേ കൂടി സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു പ്രത്യേകിച്ചും 1990s ശേഷം PLO ഡിപ്ലോമാറ്റിക് പ്രോസസ്സിലൂടെയും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പീസ്ഫുൾ പ്രൊട്ടസ്റ്റിലൂടെയും